ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഹെവി റെയിനിലൊരു റൈഡ് പോവുകയാണ് ഗൈസ്. നമ്മുടെ ഹിമാലയനുമായിട്ട് ഹിമാലയൻ 450 ഫുള്ളി പാക്ഡ് ആണ് വണ്ടി. ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. സോ റൈഡ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ അച്ചൻകോവിൽ റൂട്ടാണ് പോകുന്നത്. അതും ഈ ഒരു ഹെവി റെയിനുള്ളൊരു ക്ലൈമറ്റിൽ. സോ മഴ എന്തായാലും ഉണ്ട്, നല്ല മഴയുണ്ട്. അതുകൊണ്ട് ഫുൾ റെയിൻ കോട്ടും റെയിൻ പാൻസും എല്ലാം ഇട്ടിട്ടുണ്ട്. നനഞ്ഞ് തന്നെ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കാരണം അച്ചൻകോവിൽ റൂട്ട് ഈ ഒരു മഴയത്ത് സീനിക്കായിരിക്കും. ആന ഇറങ്ങുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കുറച്ച് റിസ്ക് ഉള്ളൊരു ട്രാവലാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അരവിന്ദ് ആറ്റിങ്ങലിൽ നിന്നും ജോയിൻ ചെയ്യും. സോ ഞാനിപ്പോൾ ആറ്റിങ്ങലിലോട്ട് പോവുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് റാന്നിയിലോട്ടാണ്. റാന്നി പോയിട്ട് അവിടുന്ന് നമ്മൾ അപ്പങ്കാവ് ടെമ്പിൾ വഴി കല്ലേലി അപ്പങ്കാവ് ടെമ്പിളുണ്ട്, അതുവഴി നമ്മൾ അച്ചൻകോവിൽ റൂട്ട് കയറാനുള്ള പ്ലാനാണ് ഗൈസ്. നല്ലൊരു സീനിക് റൂട്ടാകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ സാഡിൽ ബാഗും സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മഴ എന്തായാലും ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് റെയിൻ കോട്ടും റെയിൻ കവേഴ്സ്, ബാഗിനുള്ള റെയിൻ കവേഴ്സും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം എന്താ അത്യാവശ്യം മഴ പെയ്യാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയിൽ ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് കാണാൻ പറ്റുമായിരിക്കും. മഴയത്ത് വേറെ വഴിയില്ല ഗൈസ്. ഞാൻ പരമാവധി തുടച്ചിട്ടൊക്കെ ആ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ മഴ ഡ്രസ്ലിംഗ് ആണ്, ഭയങ്കര ഹെവി റെയിൻ അല്ല, ഡ്രസ്ലിംഗ് ആണ്. നമുക്ക് ഇവിടുന്ന് ട്രാവൽ ടൈം വരുന്നത് ഏകദേശം ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. ഇവിടുന്ന് റാന്നിന്ന് നമ്മൾ അച്ചൻകോവിൽ റൂട്ട് കയറി കഴിയുമ്പോൾ ഏകദേശം 42 കിലോമീറ്റർ ഡെൻസ് ഫോറസ്റ്റ് ആണ്. അവിടെ ഒരു 2 മണിക്കൂർ നമ്മൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ റൈഡ് വരും. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചെളിയും വെള്ളമൊക്കെ പല സ്ഥലത്തും കാണും. ഓഫ് റോഡാണ്. സോ നമ്മുടെ ഹിമാലയൻ ഇന്ന് നല്ലൊരു ഓഫ് റോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുള്ള് ഗിയറും നമ്മളതിലുണ്ട്, പക്ഷേ ഈ മഴ ആയതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. കാരണം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് നനയാനുള്ള ചാൻസ് ഉണ്ട്. ഗ്ലൗസൊക്കെ ആണെങ്കിൽ ഓഫ് റോഡ് കയറുമ്പോൾ എന്തായാലും നമ്മൾ ഗ്ലൗസും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടും. കാരണം വണ്ടി തന്നെയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് വരാൻ പാടില്ലല്ലോ. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നമുക്കിനി എന്തായാലും ആറ്റിങ്ങിൽ പോയിട്ട് കാണാം ഗൈസ്. ഇവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഞാനപ്പം ക്യാമറ DJI Osmo Action 5 Pro ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എന്നാലും നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് അങ്ങോട്ട് പോകുന്ന റൂട്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു, അത് മഴയില്ലാത്ത ടൈമിൽ. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറേ നല്ല കാഴ്ചകൾ എടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് ബൈക്കിന് പെട്രോൾ അടിക്കണം. പെട്രോൾ കുറവാണ്, ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ടോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. സോ ഇന്ന് ഫോഗ് ലാംപ്സൊക്കെ യെല്ലോ ക്യാപ്പാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ വണ്ടിയുടെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നും എല്ലാം. കാറുകാരെ എടുത്തുണ്ട്. ഇവന്മാരൊന്നും റിയർ വ്യൂ മിറർ നോക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതങ്ങ് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞൂടെ ഇവന്മാർക്ക്. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ എടുക്കുമ്പോൾ ഒന്ന് മിറർ നോക്കുക, വേറെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള.
എല്ലാവരും ഈ റോഡിലെ കുണ്ടും കുഴിയിനെയും പറ്റി പറയുന്നു. അതിനേക്കാളും പ്രശ്നമാണ് ഇത് റോഡിൽ കൂടെ വണ്ടി ഓട്ടിക്കണവന്മാരെ കാര്യം. ഇവന്മാർക്കൊക്കെ എങ്ങനെ ലൈസൻസ് കിട്ടിയതെന്തോ, സ്റ്റിൽ എ മിസ്റ്ററി. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി ആറ്റിങ്ങൽ എത്തിയിട്ട് കാണാം. ഈ റൂട്ട് ഫുള്ള് മഴയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ആറ്റിങ്ങലെത്തി അരവിന്ദിനെ കണ്ടു. അരവിന്ദേ പോവാം. കോന്നി ആ, റാന്നിയല്ല കോന്നിയാ. ആ, കോന്നി വഴിയാ കയറുന്നത്. സോ ഗൈസ്, വണ്ടി ഫുൾ ചെളിയായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടിരിക്കുക. ഇതാണ് റൈനോക്സിൻ്റെ പോഡെന്ന് പറയുന്ന സാഡിൽ ബാഗ്. നല്ല കിട്ടില്ല സാധനമുണ്ട്. ഇതിപ്പോൾ റെയിൻ കവർ ഇട്ടേക്കാണ്. നിങ്ങൾക്ക് റെയിൻ കവർ മാറ്റിയിട്ട് കാണിച്ചു തരാം. വണ്ടി ഫുള്ളി സെറ്റാണ് റൈഡിന് വേണ്ടി. നമ്മൾ ഫോഗ് ലാമ്പ് യെല്ലോ ക്യാബ് ഇട്ടിട്ടുണ്ട്. വേറെ ഇതാ അരവിന്ദ് ഡിസ്പ്ലേ വെച്ച് ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ കോന്നിയിലോട്ടാണ് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറും. കോന്നി കയറിയിട്ട് പിന്നെ ശ്രീ കല്ലേലി അപ്പപ്പങ്കാവ് ടെമ്പിൾ വഴി നമ്മൾ അച്ചൻകോവിൽ റൂട്ട് പോകും. ഇതാണ് ഇന്നത്തെ പ്ലാൻ ഗൈസ്. ഇപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. എന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒന്നും അധികം മഴയില്ല. ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയായിരുന്നു. വണ്ടി മുഴുവൻ ചെളിയായി. വണ്ടിയും ഞാനിട്ടിരുന്ന റെയിൻ കോട്ടും എല്ലാം ചെളിയായി. കുഴപ്പമില്ല, അത് നമ്മളെന്തായാലും മാറ്റി വെച്ചു. കാരണം മഴയില്ലാതെ അത് ഇടുമ്പം ഭയങ്കര ചൂടടിക്കും. നമ്മൾ ഈ ഒരു റൈഡ് പോകുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ കാണാൻ, അതായത് ഈ ഒരു മൺസൂൺ ടൈം ഇവിടെ കേരളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം പോകുന്നത്. മഴയത്തുള്ള റൈഡും നല്ല സുഖമാണ്. ഈ റൂട്ടിൽ വരുമ്പോൾ കുറേ ചെടിക്കടകൾ ഇങ്ങനെ കാണാം. എന്താ കുറേ ചെടികൾ വെച്ചിരിക്കുന്ന കടകൾ കാണാം. ഈ റൂട്ട് വന്നാൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. കുറേ എണ്ണം ഉണ്ട്. അപ്പുറത്ത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് ഇങ്ങനെ ചെടികൾ വിൽക്കുന്ന കടകളുണ്ട്. അത്യാവശ്യം റേറ്റ് കുറവാണ്. ചില സ്ഥലങ്ങളിൽ റേറ്റ് ഉണ്ട്. ആൾക്കാർ ഒരുപാട് പേര് ഇറങ്ങുന്ന സ്ഥലങ്ങളാകുമ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, എല്ലായിടത്തും ഉണ്ട്. ആൾക്കാർ ഒരുപാട് ഇറങ്ങി ഒരു റേറ്റ് കൂട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അവിടുത്തെ വീഡിയോ ആണെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം. സോ നമുക്കിനി ഏതെങ്കിലും വെജിറ്റേറിയൻ കട കണ്ടുപിടിക്കണം ഗൈസ്. നമ്മളിവിടെ ഹോട്ടൽ ശരവണ ഭവനിൽ കയറി. ഞാനൊരു പൊടിദോശ മേടിച്ചു, അരവിന്ദിന് ഒരു ഗീ റോസ്റ്റ് മേടിച്ചു. സോ നമ്മളിത് കഴിച്ചിട്ടായിരിക്കും ഇനി യാത്ര. ഇനി നേരെ സ്ട്രൈറ്റ് കോന്നിയാണ്. അവിടുന്ന് അച്ചൻകോവിൽ റൂട്ടൊക്കെ പോകും. സോ കഴിച്ചിട്ട് വരാം ഗൈസ്. ഹെവി റെയിൻ. നമ്മൾ ക്യാമറ വെക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ കിട്ടില്ല പോയിട്ടുണ്ട്. നമുക്കിതാ നമ്മുടെ ഡ്രോണൊക്കെ ഈ ബാഗിലായിരിക്കുന്നത്, നനയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളവിടെ ദോശ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയായി. സീനിക് എന്ന് പറഞ്ഞാൽ സീനിക്.
രക്ഷയില്ല. നമുക്ക് വേണ്ടത് ഇതുപോലെ റൈഡ് ചെയ്യണ ഒരു കമ്പനിയാണ് നമ്മളെ കൂടെ മഴയത്തൊക്കെ. അരവിന്ദ് അതിന് പക്ക. നമ്മൾ ഇറങ്ങിയപ്പോഴേ നനഞ്ഞ് പോകുമെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ റെയിൻ കോട്ട് എടുത്തായിരുന്നു. നനഞ്ഞ് പോകാനും ഒരു പ്രത്യേകത ഒരു സുഖമല്ലേ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നവരല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ കണ്ടീഷനിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യേണ്ട സമയം വരും. ചിലപ്പോൾ കയറി ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതല്ല, ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ അറിയാൻ? ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു സാധനമാണ് മഴയത്ത് കൂടെയുള്ള ഈ ഒരു യാത്ര. റോഡെല്ലാം ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി കിടക്കുകയാണ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ നിന്ന് വെള്ളം അടിച്ച് തെറിപ്പിക്കുന്നു, ഒരു ബഹളമാണ്. ബട്ട് നമ്മൾ ഈ ഒരു ഫുൾ സെറ്റപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഷൂ എന്തായാലും നനഞ്ഞിട്ടുണ്ട്. ഷൂ മരണമടഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. നിങ്ങൾ ഇതുപോലെ മഴയത്ത് എവിടെയെങ്കിലൊക്കെ റൈഡ് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയണം. നമ്മൾ പോകുന്ന അച്ചൻകോവിലായതുകൊണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. നമുക്കിനി ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറാണ് കോന്നി കാണിക്കുന്നത്. മൈലേജ് ഇപ്പോൾ വണ്ടിക്ക് ഏകദേശം 30 കിട്ടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമ്മളെന്തായാലും അത് നോക്കും. നമ്മൾ 2 പേര് ഫുൾ ടാങ്ക് അടിച്ച് ഇറങ്ങിയത്, അപ്പം നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. മഴയൊക്കെ ഗ്ലൗസ് നനയെന്ന് വിചാരിച്ച ഇടാത്ത, മഴയൊക്കെ കയ്യിൽ ബുള്ളറ്റ് പോലെയാണ് കൊള്ളുന്നത്. കുഴപ്പമില്ല. നമ്മൾ റൈഡ് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കിടിലമാണ് ഗൈസ്. എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ മുങ്ങി. അബി, അവനെ സ്ഥിരമാണ് ലാസ്റ്റ് മിനിറ്റ് സ്കൂട്ടടിയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവർക്ക് ഒരു മൈൻഡ് സെറ്റ് വരണം റൈഡ് ചെയ്യണമെന്നൊക്കെ ഉള്ള. ചിലപ്പോൾ ആവേശത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയും നമ്മൾ പോകുമ്പോൾ ഞാനും ഉണ്ടെന്ന്. പക്ഷെ അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ കുറേ പേരുണ്ട്, ഞാൻ ചില റീല് കണ്ടിട്ടുണ്ട്. റൈഡ് പോകാമെന്ന് ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് നിമിഷം മുങ്ങുന്ന കൂട്ടുകാരെ. അതെ, എനിക്കുമുണ്ട് അങ്ങനെ ഒരു കൂട്ടുകാരൻ, അഭിനന്ദ്. KSRTCയിലെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയമാണ് പോകുന്നത്. ഇവയിലെങ്ങോട്ട് പോണു? അരവിന്ദിന് വഴി തെറ്റിപ്പോയി ഗൈസ്. അവൻ സ്ട്രെയിറ്റ് പോയി. നമുക്ക് ഈ റൂട്ട് വേണം പോകേണ്ടിയിരുന്നത്, കോന്നി. അവനെ കാണാൻ പോലുമില്ല.
കണ്ടോ? നമ്മുടെ മാപ്പ് ഒരു വഴി കൂടെ എത്തിക്കുകയാണ്. എവിടെയാണ് എന്തോ. ഇനി വല്ല മതിൽ തേടി പോകേണ്ടി വരുമോ? ഗൂഗിൾ മാപ്പ് ചതിക്കുമോ ഗൈസ്? നമുക്ക് എന്തായാലും പോയി നോക്കാം. ഏതോ വീട്ടിൻ്റെ ഒക്കെ അടുക്കള വഴിയാണെന്ന് തോന്നുന്നു. വീട് ഫസ്റ്റ് മൊത്തമായും ഫ്ലോട്ടായും വിൽക്കപ്പെടും. ഈ വീടാണോ? യെസ്, ഈ വീട് കൊടുക്കാണ്ട് ഗൈസ്. ഇവിടെ ഫുൾ റംബൂട്ടാൻ കൃഷിയാണല്ലോ. ഓ മൈ ഗോഡ്, ഹെവി സ്ഥലമാണ്. Oh my god, super duper. Oh my god, heavy route guys. ബൈക്കിൽ പോകുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ റൂട്ട്. ഗൂഗിൾ മാപ്പ് മനഃപൂർവ്വം നമ്മളെ ഇവിടെ എത്തിച്ചതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് കയറുകയാണ് ഗൈസ്. ഒന്നാമതേ മഴ, അതിൻ്റെ കൂടെ സ്ലിപ്പറി റൂട്ട്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഓസം ഗൈസ്. ഓ മൈ ഗോഡ്, ഹിമാലയനിൽ ട്രാക്ഷൻ ഉണ്ടോ എന്തോ ഗൈസ്. ഓ, ഇവിടെ ഫുള്ള് റംബൂട്ടാൻ നോക്കിക്ക്, വല വിരിച്ചിട്ടേക്കു. ഓ മൈ ഗോഡ്, ഇവിടെ എല്ലാ വീട്ടിലും റംബൂട്ടാനാണല്ലോ ഗൈസ്. യെസ്, ഇതൊരു ഷോർട്ട് കട്ടായിരുന്നു ഗൈസ്. ഓ, റംബൂട്ടാൻ കണ്ട ഗൈസ്, ഇവിടെ ഫുൾ റംബൂട്ടാനാണല്ലോ. റംബൂട്ടാൻ ഇഷ്ടമുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് റംബൂട്ടാൻ. മോനെ, പൊളി റൂട്ടല്ലേ? ഡ്രസ് മാറ്റാനോ? ഇവിടെ വെച്ചാ റൂട്ട് എങ്ങനെയുണ്ട്? പൊളിയായിരുന്നു. എടുത്തില്ലേ? മയിലിനെ കണ്ടോ? പോകുന്ന മയില് റോഡിലോട്ട് ഇറങ്ങി നിൽക്കുവായിരുന്നു. നമ്മൾ ഏകദേശം
അച്ചൻകോവിൽ റൂട്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കല്ലേലിയാണ്. കല്ലേലി റൂട്ട്, അതായത് ഇവിടുന്ന് റൈറ്റ് നമ്മൾ ലെഫ്റ്റ് പോയാൽ കോന്നി എത്തും. നമ്മൾ റൈറ്റ് റൂട്ട് എടുത്ത് പോയത് ഗൈസ്. ഇവിടെ ഒരു ടർഫ് ഫുട്ബോൾ കിടക്കുകയാണല്ലോ, പൊളി. ഇവിടെ ഭയങ്കരമായിട്ട് റംബൂട്ടാൻ കൃഷിയുണ്ട് ഗൈസ്, എല്ലാ വീട്ടിലും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മൂടിയിട്ടേക്കുന്ന റംബൂട്ടാനാണ്. ഇത്രത്തോളം റംബൂട്ടാൻ ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര വലിയ മരങ്ങളൊക്കെയാണ്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ റംബൂട്ടാൻ കൃഷിയുള്ള സ്ഥലങ്ങളാണ്. ഇത് കൃഷിയെന്നല്ല, ഓരോ വീട്ടുകാർ വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ചെറുതായി വിൽക്കപ്പെടുമെന്നൊക്കെ എഴുതിയിരിക്കുന്നു. അടുത്ത മഴയ്ക്കുള്ളൊരു കോള് കാണുന്നുണ്ടല്ലോ, കേളപ്പേട്ട. നിങ്ങൾ ഈ റൂട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ അച്ചൻകോവിൽ റൂട്ട് പോകുന്നത് ഹൈ റിസ്ക് ഉള്ള റൂട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ വേണം പോവാൻ, പ്രത്യേകിച്ച് 2 വീലറിൽ വരുമ്പോൾ. നിങ്ങൾ സോളോ ആയിട്ട് റൈഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ലേഡീസിനെ ഒന്നും കഴിവതും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് ബൈക്കിൽ പോകുവാണെങ്കിൽ. കാറിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കല്ലേലി റൂട്ടാണ് ഗൈസ്. ഫോറസ്റ്റാണ് 2 സൈഡ്. ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ് ആണ് റൈറ്റ് സൈഡ്. അച്ചൻകോവിൽ സ്ട്രെയിറ്റ്. ചെക്ക് പോസ്റ്റ്. ആ എടാ, കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി അല്ലേ, ആ സൈഡിൽ വയ്ക്കാമല്ലോ. വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കുന്ന മേഖല, വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. വെരി ഡേഞ്ചറസ് ഏരിയ. അച്ചൻകോവിൽ നമുക്കൊരു ID പ്രൂഫും വേണം ഗൈസ്. ID പ്രൂഫ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം.
നമ്മൾ ചെക്ക് പോസ്റ്റിൽ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതി കൊടുത്തു. ID പ്രൂഫ് കൊടുക്കണമായിരുന്നു. ID പ്രൂഫും കൊടുത്തു. നമ്മൾ ഇനിയിപ്പോൾ ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്തേക്കാണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഗൈസ്. ആനിമൽസിനെ വല്ല സ്പോട്ട് ചെയ്യുവാണെങ്കിൽ അപ്പം സഡൻ ആയിട്ട് നിർത്തിക്കണം. ചിലപ്പോൾ ദൂരം നിന്നൊക്കെ ഇറങ്ങി വരികയായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത സ്പോട്ട് അപ്പുപ്പൻകാവാണ്. അവിടുന്ന് നമ്മൾ അച്ചൻകോവിൽ പോവും. ഇവിടുന്ന് ഒരു പാസ് തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ നമ്മൾ കാണിക്കും. ഇതാണെന്ന് തോന്നുന്നു ഗൈസ് അപ്പുപ്പൻകാവ്. യെസ്, ഇത് തന്നെ. എടാ ഇതാണോ? അല്ല, ഇത് ശിവചാമുണ്ഡി ക്ഷേത്രം. മൈ ഗോഡ്, കിടിലം ഫോറസ്റ്റ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ വണ്ടിയൊന്നും നിർത്താൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വണ്ടി കിടക്കിയില്ലേ. ഇവിടെ എവിടെയാണ് അപ്പുപ്പൻകാവ് തോന്നുന്നു. ഇത് തന്നെ. അങ്ങോട്ട് വയ്ക്കാം. ഇത് തന്നെ. ഓ, ഇതാണ് അപ്പുപ്പൻകാവ് അമ്പലം. നമുക്കൊന്ന് കയറിയിട്ട് വരാം. അത് ഓഫ് ചെയ്യണോടെ. ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ അത് ഓണായി കിടക്കും. നമ്മൾ കല്ലേലി അപ്പുപ്പൻകാവ് ടെമ്പിളിൽ വന്നിട്ട് തിരിച്ച് ഇനി അച്ചൻകോവിൽ റൂട്ട് പോവുകയാണ്. ഈ അമ്പലത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് വരണം. സീനിക്കായിട്ടുള്ളൊരു അമ്പലമാണ് ഗൈസ്, ഒരു രക്ഷയില്ലെന്ന്. ഗൈസ് അപ്പുപ്പൻകാവ് ഒരു രക്ഷയില്ല ടെമ്പിള്. നമ്മളിവിടെ ബൈക്ക് അതുകൊണ്ട് ഇതാ ഫോഗ് ലൈറ്റ് യെല്ലോ വയ്ക്കുന്നു. ഞാൻ ഓൾറെഡി എല്ലാം ഇട്ടേക്കുക. എന്താ ക്യാപ്പ് വരട്ടെ. എൻ്റെ വണ്ടി ഇതോ ഇരിക്കുന്നു ഗൈസ്. ഇതാണ് റൈനോക്സിൻ്റെ സാഡിൽ ബാഗ്. നല്ല സാധനം, വാട്ടർ പ്രൂഫ് കവർ ഇട്ടേക്കുവാണ്. സെറ്റ് സാധനമാണ്. നമ്മളൊരുവിധ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്.